വിശ്വാസം നൽകണമേ. ഹൃദയത്തിൽ നീ വരണേ. വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ. 2 മക്കബയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു അമ്മയും 7 മക്കളെയും കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. രാജാവ് പന്നിമാംസം കഴിക്കുവാനായിട്ട് അവരെ നിർബന്ധിക്കുമ്പോൾ, അവിടെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ നിരസിക്കുമ്പോൾ, ആ 7 മക്കളെയും അമ്മയുടെ മുമ്പിൽ അതിദാരുണമായ പീഡാസഹനത്തിലൂടെ വേദനകളുടെയൊക്കെ അവരിങ്ങനെ വധിക്കുന്നത് ഈ അമ്മയിനെ കണ്ടു നിൽക്കുന്നുണ്ട്. അമ്മയുടെ മുമ്പിൽ 7 മക്കളിങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ അമ്മ ഇപ്രകാരമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്: എന്റെ പ്രത്യാശ നിമിത്തം ഞാൻ ആ സൈതന്യം ആ വേദനകളെ സഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അവരുടെ ജീവനും ശ്വാസവും നൽകിയതും അവരുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ആരാണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തോട് അവന് അമ്മ പറയുകയാണ്: 7 മക്കൾ എന്റെ ഉദരത്തിൽ ഉത്ഭവിച്ചതും അവർക്ക് ജീവനും ശ്വാസവും നൽകിയതും അവരുടെ അവയവങ്ങൾക്ക് വാർത്തെടുത്തതും ആരാണെന്ന് എനിക്കറിയത്തില്ല. അത് ദൈവമാണ്, ഞാനല്ല എന്ന് അമ്മ ഏറ്റു പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ മക്കളൊക്കെയും ദൈവത്തിന്റെ ദാനമാണെന്ന്. ആ മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കുക. ഒരു പുതിയ അധ്യായം വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ മക്കള് പഠിക്കുവാനായ സ്കൂളുകളിലേക്ക് പോയി